ഇന്റർഫിയറൻസിനെ കുറിച്ച് പഠിച്ചു. അതേപോലെ തന്നെ ഹെൽത്ത് ഫീൽഡിൽ, മെഡിസിൻ ഫീൽഡിൽ എങ്ങനെയൊക്കെയാണ് ആപ്ലിക്കേഷൻ വരുന്നതെന്ന് പഠിച്ചിരുന്നു. ഇൻസുലിൻ, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി എന്ന് പറയുമ്പോൾ ആദ്യമേ പറയട്ടെ, നമ്മുടെ ജീൻസ് ആണ് നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് നമുക്കറിയാലോ. അപ്പോൾ ഒരു ജീൻ ഡിഫക്റ്റ് ആയി കഴിഞ്ഞാൽ അത് ഇന്റേൺ ബാധിക്കുന്നത് നമ്മുടെ ക്യാരക്ടറിനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കകത്തെ പ്രോട്ടീൻ എക്സ്പ്രഷനെയാണ് ബാധിക്കുന്നത്. സോ ഈ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻസുകളാണ് നമ്മുടെ പല രോഗങ്ങൾക്കും കാരണം. നമുക്കുണ്ടാവുന്ന പല ഡിസോർഡേഴ്സിന്റെയും റീസൺ ഈ ജീൻസിലുണ്ടാവുന്ന ഡിഫക്റ്റ് ആണ്. അപ്പൊ ജീൻസിന്റെ ഡിഫക്റ്റ് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ കുറെ ഗുളികകളൊക്കെ കഴിക്കല്ലേ. ഒരു അസുഖം വരുമ്പോഴത്തേനും അതിനെ ക്യൂർ ചെയ്യാൻ നമ്മൾ ഒരുപാട് മെഡിസിൻസ് കഴിക്കും. പക്ഷെ ജീൻ തെറാപ്പി എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ വല്ലാതെ അങ്ങ് എന്താ പറയാ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ മെഡിസിൻസിനൊന്നും സ്ഥാനം ഉണ്ടാവില്ല. ജീൻ തെറാപ്പി തന്നെയായിരിക്കും നമ്പർ 1 എന്ന് പറയുന്നത്. കാരണം അത് പെർമനന്റ് ക്യൂർ ആയിരിക്കും. കാരണം വൺസ് ആ ജീൻ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻ ഇല്ലാതെ കഴിഞ്ഞാൽ പിന്നെ ആ ഡിസോർഡർ അവിടെ ഉണ്ടാവില്ല. സോ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് ഡിഫക്റ്റീവ് ജീൻ and replacement with a normal healthy gene. ഇതാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. വിത്ത് a normally functioning gene. അപ്പൊ നമുക്കൊരു നോർമൽ ജീനിന്റെ പ്രസൻസ് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, പല ഹെറിഡിറ്ററി ഡിസോർഡേഴ്സുകളും നമ്മൾ ഉദ്ദേശിക്കുന്ന ജനറ്റിക് ഡിസോർഡേഴ്സുകളാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിസോർഡേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയാറുണ്ട്. ഓട്ടിസോമൽ ഡിസോർഡേഴ്സ് എന്നും സെക്സ് ലിങ്ക്ഡ് ഡിസോർഡേഴ്സ് എന്നും. രണ്ടായാലും അത് ജീൻസ് അല്ലെങ്കിൽ ക്രോമസോംസിനെ എഫക്ട് ചെയ്യുന്നതാണ്. ഒന്ന് സെക്സ് ക്രോമസോംസിനെയും മറ്റൊന്ന് ഓട്ടോസോംസിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ജീൻസിനെയാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പോ ഓട്ടോസോമൽ ഡിസോർഡർ ആയാലും സെക്സ് ലിങ്ക്ഡ് ഡിസോർഡേഴ്സ് ആയാലും അതൊക്കെ അഫക്ട് ചെയ്യുന്ന ജീൻസിനെ ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഹെറിഡിറ്ററി ഡിസോർഡേഴ്സിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് പോലെയുള്ള കറക്റ്റീവ് ആയിട്ടുള്ള തെറാപ്പികളാണ്. And gene therapy is an attempt to do this. Gene therapy is a collection of methods that allows correction of a gene. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ it is a correction of a gene defect. എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഒരു ജീനിൽ ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ അതിന് കട്ട് ചെയ്ത് കളഞ്ഞ് പകരം അവിടെ നല്ല ഹെൽത്തി ജീനെ വെച്ച് റീപ്ലേസ് ചെയ്യാം. എസ്പെഷ്യലി ചൈൽഡ് അല്ലെങ്കിൽ എംബ്രിയോണിക് സ്റ്റേജിലൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ഇഫക്റ്റീവ് എന്ന് പറയുന്നത്. കാരണം ചെറുപ്പത്തിലേ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീൻസുകൾ നമുക്ക് ഏതാണ് ഡിഫക്റ്റീവ് എന്ന് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. ആൻഡ് നമ്മൾ പറയില്ലേ ഏർലി ഡിറ്റക്ഷൻ ആണ് എപ്പോഴും നല്ലതെന്ന്. അതുപോലെ ചൈൽഡ് അല്ലെങ്കിൽ എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. Here genes are inserted into a person's cells and tissues to treat a disease. വെറും ജീൻസ് അല്ല, നോർമൽ ജീൻസുകളാണ് അവിടെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആർക്ക് പകരമായിട്ട്? ഡിഫക്റ്റീവ് ജീൻസിന് പകരമായിട്ട്. Then correction of a genetic defect involves delivery of a normal gene into the individual or the embryo to take over the function of and compensate for the non-functional gene. Non-functional gene ആയിരിക്കുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ഫങ്ഷൻസ് ഒന്നും തന്നെ അവിടെ നടപ്പാവില്ല. അപ്പം നല്ലൊരു ഹെൽത്തി ജീൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന് പകരക്കാരനായി മാറും അത്. ആൻഡ് ആ ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ആ ഒരു എംബ്രിയോക്കോ പിന്നെ ഒരു ഡിസോർഡർ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഒരു ഹിസ്റ്ററിയാണ്. ആൻഡ് ആ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു സിൻഡ്രോമിനെ കുറിച്ചാണ്. ആൻഡ് ദാറ്റ് സിൻഡ്രോം ഇസ് നെയിംഡ് ആസ് കിഡ് അല്ലെങ്കിൽ ബബിൾ ബേബി സിൻഡ്രോം എന്ന് നമ്മൾ പറയും. ബബിൾ ബേബി സിൻഡ്രോം. ഈ സ്കിഡിന്റെ ഫുൾ ഫോം വന്നിട്ട് സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ
ഡെഫിഷ്യൻസി. ഓക്കെ, ഈ കണ്ടീഷൻ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അല്ലെങ്കിൽ ഈ ഒരു ഡിസോർഡറിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ജീൻ തെറാപ്പി ഈ വേൾഡിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. ആൻഡ് അത് എക്സ്പെരിമെന്റ് ചെയ്തത് 1990 ഒരു 4-year-old ഗേളിന്മയാണ്, ഒരു 4 വയസ്സുള്ള ഒരു പെൺകുട്ടി. അവളിലാണ് ഫസ്റ്റ് ക്ലിനിക്കൽ ആയിട്ടുള്ള ജീൻ തെറാപ്പി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നു ആ കുട്ടിയുടെ പ്രോബ്ലം? അതായത് ആ കുട്ടിക്ക് അഡിനോസിൻ ഡിയാമിനേസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് എൻസൈം ഡെഫിഷ്യന്റ് ആണ്. എന്ന് വെച്ചാൽ ഇല്ല, ആൾക്ക് ഇല്ല ആ ഒരു എൻസൈം. ഇനി എന്തിനാണ് ഈ ADA, adenosine deaminase enzyme? This enzyme is crucial for what? For the immune system to function. ഒരു ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു എൻസൈം കൂടിയേ തീരും. എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റം? നമുക്ക് അസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരുന്നവരാണ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രോപ്പർ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഈ എൻസൈം വേണം. ഇതില്ലാത്തവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണെന്നാണ് പറയാം. അപ്പം സ്കിഡ് എന്ന് പറയുന്ന ഡിസോർഡറിൽ ഇതാണ് സംഭവിക്കുന്നത്. ADA ഡെഫിഷ്യൻസി ആണ് സംഭവിക്കുന്നത്. അപ്പം ഏത് പ്രോപ്പർലി പറയുമ്പോൾ ഏത് സ്റ്റേജാണ് ADA ആവശ്യം വരുന്നത്? അതായത് നമുക്കറിയാം, ഈ ഒരു സൈഡിൽ എഴുതാം ആൻഡ് വേറൊരു കളറും യൂസ് ചെയ്യാം. അതായത് ബോൺ മാരോയിലാണ് നമുക്ക് ആവശ്യമുള്ള എല്ലാതും ബി സെൽസ്, ടി സെൽസ്, അങ്ങനെയുള്ള ലിംഫോസൈറ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. സോ ഒന്ന് എഴുതിക്കോട്ടെ, ബോൺ മാരോ. ബോൺ മാരോ ഇവിടെയാണ് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇമ്മ്യൂൺ സെൽസുകളും, സ്പെഷ്യലി ലിംഫോസൈറ്റ്. ഓക്കെ, ലിംഫോസൈറ്റ്. അതിൽ ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ ഇന്റേൺ 2 ഉണ്ട്, ബി ആൻഡ് ടി ലിംഫോസൈറ്റ്. ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോൺ മാരോയിലാണ്. അപ്പം ഈ ലിംഫോസൈറ്റിനെ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന പ്രിക്കേഴ്സർ സെൽ എന്ന് പറയുന്നത് സ്റ്റെം സെൽസുകളാണ്. ഒന്നും കൂടി ഭംഗിയായിട്ട് പറയുകയാണെങ്കിൽ ഹിമാറ്റോപോയറ്റിക് സ്റ്റെം സെൽസ്. അതായത് നമുക്ക് ബ്ലഡ് സെൽസുകളെ സപ്ലൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെല്ലാണ് സ്റ്റെം സെൽ എന്ന് പറയുന്നത്. അതായത് ഇനീഷ്യൽ സ്റ്റാർട്ടിങ് സെൽ. എന്താ പറയാ, ഈ ഒരു സെല്ലിൽ നിന്നുമാണ് നമ്മൾ ഇന്ന് കാണുന്ന മെച്ചുവേർഡ് ആയിട്ടുള്ള ബി സെൽസ്, ടി സെൽസ് ഒക്കെ ഉണ്ടാവുക. അപ്പം ചെറുതായിരിക്കുമ്പോ നമ്മുടെ ബോൺ മാരോയ്ക്കകത്ത് സ്റ്റെം സെൽസുകൾ ഉണ്ടായിരിക്കും. അപ്പം ആ സ്റ്റെം സെൽസ് ഹിമാറ്റോപോയറ്റിക് സ്റ്റെം സെൽസുകൾ ഇമ്മച്ചുവർ ആയിരിക്കും. അതിന് പ്രത്യേകിച്ച് ഫങ്ഷൻ ഒന്നും ആയിട്ടില്ല. അത് ഏത് ബി സെല്ലാണോ ടി സെല്ലാണോ എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവില്ല. അതായത് ഡിഫറൻസിയേഷൻ സംഭവിക്കുന്നതനുസരിച്ച് ഈ സെൽസുകൾ ബി സെൽസും ടി സെൽസും ആയിട്ട് മാറും. ഇതുവരെ ഓക്കെ അല്ലേ? അപ്പൊ അവരാ ബി സെൽ ടി സെല്ലായി മാറണമെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് ഈ ADA എന്ന് പറയുന്നത്. സോ ADAയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അവര് ബി ആൻഡ് ടി സെൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവർ രണ്ടുപേരും ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യമാണ്. അറിയാലോ, ബി സെൽസ് നിന്നാണ് ആന്റിബോഡി ഉണ്ടാവുന്നത്. ടി സെൽസ് ആണ് ബി സെൽസ് പ്രസന്റ് ചെയ്യുന്ന ആന്റിജൻ എടുക്കുന്നതും അവർക്കെതിരെ ഡിഫെൻഡ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ രണ്ട് സെൽസ് ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ മേജർ ഇമ്മ്യൂണിറ്റി, അതായത് നമ്മുടെ ബോഡിയുടെ തേർഡ് ലൈൻ ഡിഫെൻസ് ആണ് ഇത്. തേർഡ് ലൈൻ ഡിഫെൻസ് ആണ് ഇത്തരത്തിലുള്ള സെൽസ്. ഫസ്റ്റ് ലൈൻ ഡിഫെൻസ് അറിയാലോ, സ്കിൻ, മ്യൂക്കസ് മെംബ്രെയിൻ. ആൻഡ് സെക്കൻഡ് ലൈൻ ഡിഫെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്കകത്തുള്ള മോണോസൈറ്റ്, ന്യൂട്രോഫിൽസ്, അങ്ങനെയുള്ള സെൽസുകൾ. അവർക്കും പറ്റാതെ ആകുമ്പോഴാണ് നമ്മുടെ തേർഡ് സെൽ ലൈൻ ഡിഫെൻസ്, അതായത് ബി സെൽസ്, ടി സെൽസിൽ ഇടപെടുക. അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്മ്യൂണിറ്റിക്ക്. ഇതില്ലാതെ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് രോഗം വരും. ചെറിയൊരു പാത്തോജൻ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ കയറുമ്പോഴത്തേനും അത് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതിന്റെ പേരിൽ അവർക്ക് വലിയ അസുഖം വന്ന് അതിനെ തളർത്തി കളയും. ഒരു പക്ഷെ ഡെത്ത് വരെ സംഭവിക്കാം. അപ്പൊ അതാണ് ഈ ഒരു പ്രോബ്ലം. ADA ഇല്ലാതെ ആവുമ്പോഴുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി ഇല്ലാതെ ആവുന്നതാണ്. ഇതാണ് സിറ്റുവേഷൻ. ഇതാണ് ഈ ഒരു 4-year-old ഗേളിനേലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എന്തുകൊണ്ടാണ് ഈ ADA ഇല്ലാത്തതെന്ന് അറിയോ?
ADA എന്ന് പറയുന്നത് ഒരു എൻസൈം ആണെന്നറിയാം. ഓക്കെ, അറിയാലോ. ഇറ്റ്സ് എ പ്രോട്ടീൻ. അപ്പൊ ഈ പ്രോട്ടീൻ ഇല്ലാതെയാവെന്ന് പറഞ്ഞാൽ ആ ADA കോഡ് ചെയ്യുന്ന ജീൻസ്, അതായത് ADA ജീൻസുകളാണ് അവിടെ ഡെഫിഷ്യന്റ് ആവുന്നത്, അല്ലെങ്കിൽ അവർക്കാണ് അവിടെ ഡിലീഷൻ ഡിലീഷൻ സംഭവിക്കുന്നത്. അതായത് ഡിഫെക്ഷൻ ഉള്ളത് അവർക്കാണ്, ആ ജീനിനാണ്. ഓക്കെ, അപ്പം ദിസ് ഡിസോർഡർ ഇസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡിലീഷൻ ഓഫ് ദ ജീൻ. ആൻഡ് അപ്പം ഈ ഒരു കുട്ടിക്ക് ഈ ഒരു ജീൻ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ പ്രശ്നങ്ങളില്ല, ആളെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. So this disorder is caused due to the deletion of the gene for adenosine deaminase. And in some children, ADA deficiency can be cured by many methods. അതായത് ഓരോരോ അവസ്ഥകളാണ്, അത് 3-4 രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ ഒരു ട്രീറ്റ്മെന്റ് ഇവർ പറയുന്നത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനാണ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ മാരോയിലാണല്ലോ നമുക്ക് ഈ B and T സെൽസ് ഉണ്ടാവുന്നത്. അപ്പം ആ കുട്ടിയുടെ ബോൺ മാരോ നമുക്ക് ആളുടെ പാരന്റ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ബ്രദർ, സിസ്റ്റർ, അങ്ങനെ കുറച്ച് മാച്ചിങ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ കറക്റ്റായി വന്നു കഴിഞ്ഞാൽ ആളുടെ ബോൺ മാരോ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. അതുവഴി നോർമൽ ആയിട്ടുള്ള ഒരു ആളുടെ ബോൺ മാരോ കിട്ടുന്നതിനനുസരിച്ചിട്ട് ആ കുട്ടിക്ക് ക്യൂർ ആവാൻ സാധ്യതയുണ്ട്, ഒരു സാധ്യത. ഇൻ അതേഴ്സ് ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ബൈ എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി. ഇനി വേറെ ചില കേസിൽ എന്താ ഫങ്ഷണൽ ആയിട്ടുള്ള ADA മാത്രം സപ്ലൈ ചെയ്താൽ മതി. അതായത് ആ പേഷ്യന്റിലേക്ക് ഇഞ്ചക്ഷൻ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻസൈമിന് ഇഞ്ചക്ട് ചെയ്യും, ADA മാത്രം ഇഞ്ചക്ട് ചെയ്യും. അപ്പൊ 2 മെത്തേഡ്സ് ആണ്. ഒന്ന് ട്രീറ്റ്മെന്റ്സ് ശരി, ട്രീറ്റ്മെന്റ്സ് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസൈം റീപ്ലേസ്മെന്റ്, അതായത് ADA മാത്രം ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക, എപ്പോഴും റെഗുലർ ഇന്റർവെൽസിൽ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആൾക്ക് നടക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പൊ ഇത് രണ്ടും എന്താ കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ് അല്ല, അതാണ് ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ബട്ട് ദ പ്രോബ്ലം വിത്ത് ദ both of these approaches are that they are not completely curative. ഒരിക്കലും ഇതൊരു ശാശ്വത പരിഹാരമല്ല, അതാണ് ഇവിടുത്തെ ഡിസഡ്വാൻറ്റേജ്. ആകെയുള്ളൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ജീൻ തെറാപ്പിയാണ്. എന്നാലും ആ ജീൻ തെറാപ്പിയിൽ ഒരു പ്രോബ്ലം ഉണ്ട്, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ആൻഡ് അപ്പൊ തേർഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ജീൻ തെറാപ്പി ആയിട്ട് എഴുതാം. അപ്പൊ പല കുട്ടികളിലും അവരുടെ ആ ഒരു ഇന്റൻസിറ്റി അനുസരിച്ച്, രോഗത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി അനുസരിച്ച് ഈ 3 ഓപ്ഷൻസിൽ ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കും. ആൻഡ് ജീൻ തെറാപ്പിയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അതില് ജീൻ തെറാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് lymphocyte from the blood of the patient are grown in a culture outside the body. അതായത് ഒരു കൾച്ചർ മീൻസ് കൾച്ചർ മീഡിയം, നമ്മൾ ഈ ബാക്ടീരിയനൊക്കെ വളർത്താൻ ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കില്ലേ, അതിനെയാണ് കൾച്ചർ മീഡിയം എന്ന് പറയുന്നത്. സിമിലർലി നമുക്ക് എന്തെങ്കിലും ഒരു സെല്ല് നല്ല പോലെ റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിലേക്ക് കൾച്ചർ മീഡിയം എന്തെങ്കിലും ആഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ ഈ പേഷ്യന്റിന്റെ ലിംഫോസൈറ്റുകൾ അത് നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിടും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ADA കോംപ്ലിമെന്ററി DNA ഒരു റിട്രോ വൈറൽ വെക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു ലിംഫോസൈറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെയാ പറഞ്ഞത്, ഈ ലിംഫോസൈറ്റ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും ലാബിൽ ഒരു സൈഡിൽ, നമ്മൾ വേറൊരു സൈഡില് റിട്രോ വൈറസ് DNA കണ്ടിട്ടില്ല, ഇങ്ങനെ കണ്ടിട്ടില്ല ഇതുപോലെയുള്ള DNA വൈറസുകൾ. അപ്പം ഇതിനകത്ത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് RNA ആണ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ. RNA ആണ് അവരുടെ ജനറ്റിക്
മെറ്റീരിയൽ. ഇവര് എന്ത് ചെയ്യും? സാധാരണ ഒരു ഇൻഫെക്ഷൻ രീതിയാണ് ഇവരുടെ പറയാൻ പോകുന്നത്. ഇവരൊരു ഹോസ്റ്റ് സെൽ, ഇതൊരു സെല്ലാണെങ്കിൽ ആ സെല്ലിന്റെ ഉള്ളിലേക്ക് ഇവര് വൺസ് ഇവരുടെ RNA ജീനോമിനെ ഇൻസേർട്ട് ചെയ്യാനാണ് നോക്കുക. ഇതുമാതിരി ഇൻസേർട്ട് ചെയ്യാൻ നോക്കും. ആൻഡ് ആ ഒരു RNA അവരാ ഹോസ്റ്റ് സെല്ലിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അവരൊരു DNA ആയിട്ട് മാറാൻ ശ്രമിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിനെ കോംപ്ലിമെന്ററി DNA എന്നാണ് പറയുന്നത്. ഓക്കെ, കോംപ്ലിമെന്ററി DNA. സോ നമ്മള് കോംപ്ലിമെന്ററി DNA ഇതുപോലെ ഉണ്ടാക്കും. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയേണ്ടി വരുന്നു തോന്നുന്നത്. അതിനുശേഷം ഞാനത് പറഞ്ഞുതരാം. അതായത് ഒരു RNA എന്താ ഇൻഫെക്ഷൻ മുന്നേറ്റ് വരുന്നതിന് മുന്നേ അതിന്റെ ഹോസ്റ്റിനകത്ത് അതിന് കയറി പറ്റണല്ലോ. സോ അതിന്റെ ബോഡിക്കകത്ത് RNA, അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ പ്രസന്റ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ ബോഡിക്കകത്ത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടാവും. ശ്രദ്ധിച്ചു കേട്ടോ. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈമും ഉണ്ടാവും. സോ എന്തിനാണ് ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ആൻഡ് ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് RNA DNA ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ DNA ആക്കി മാറ്റുന്നത്? ഇങ്ങനെ ഉണ്ടാവുന്ന DNA നമ്മൾ കോംപ്ലിമെന്ററി DNA എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ കോംപ്ലിമെന്ററി DNAകൾക്ക് ഹോസ്റ്റിന്റെ DNA പോയി ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഹോസ്റ്റ് DNA പോയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോ അവർക്ക് ഹോസ്റ്റിന്റെ DNA ഒപ്പം ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റും, പ്ലസ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ RNA ഉണ്ടാക്കാൻ പറ്റും. ഒരു സെക്കൻഡ്, ഞാനൊരു പ്ലെയിൻ സ്ലൈഡിൽ കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ ഒരു പ്ലെയിൻ സ്ലൈഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് RNA വൈറസിന്റെ മാത്രം റിട്രോ വൈറസിന്റെ മാത്രം ഒരു ഇൻഫെക്ഷൻ മെത്തേഡ് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഈ ADA എന്തുകൊണ്ടാണ് അതിൽ ട്രാൻസ്ഫർ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു റിട്രോ വൈറസ് ആണ്. ഈ റിട്രോ വൈറസ്, പിക്ചർ നിങ്ങൾ നോക്കണ്ട, ക്വാളിറ്റി ചിലപ്പോൾ കുറവായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഇതൊരു റിട്രോ വൈറസ് ആണ്. ഈ റിട്രോ വൈറസിനകത്ത് ഉള്ള പ്രത്യേകത ഇതിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് RNA ആണ്. സോ ഈ RNA ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് RNA ആണ്. അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് RNA ആണ്. ജനറ്റിക് മെറ്റീരിയൽ. ഇത് ബേസ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഞാൻ വെറുതെ പറഞ്ഞു പോയ പോലെയാവും. അതിലും നല്ലത് ഞാൻ അങ്ങനെ വരച്ച് കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇനി നമുക്ക് അതിനുള്ളിൽ ഒരു എൻസൈം ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഒരു എൻസൈമും അതിനകത്തുണ്ട്. ഞാനത് ബ്ലൂ കളറിൽ കാണിക്കുകയാണ്. ഇത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾ പോയിട്ട് ആണ് ഇനി ഹോസ്റ്റിന്റെ ബോഡിയിൽ പോയിട്ട് ഇൻജെക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഹോസ്റ്റ് സെല്ലിനെ ഞാൻ ഇങ്ങനെ കാണിക്കും. ഹോസ്റ്റിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഹോസ്റ്റിന്റെ ജനറ്റിക് മെറ്റീരിയൽ, ദാറ്റ് ഇസ് DNA ഉണ്ട്. അത് ഞാൻ ഈ പർപ്പിൾ കളറിൽ കാണിക്കും. ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA ഉണ്ട്. അപ്പം ഇത് ഹോസ്റ്റ് ആണ്, ഹോസ്റ്റ് സെല്ലാണ്. അപ്പം വൺസ് ഇത് ഇങ്ങനെ ഇവിടെ വന്ന് ഇൻജെക്ട് ചെയ്യാൻ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ആ പിക്ചർ എങ്ങനെയായിരിക്കും ഉണ്ടാവുക?
ഒരു സെക്കൻഡ് ഇങ്ങനെയായിരിക്കും അല്ലെ? ഇതാ ഇതുപോലെ വന്നിട്ടാണ് ഇൻജെക്ട് ചെയ്യാൻ നോക്കുക. അപ്പൊ അതിന്റെ ഈ റെഡ് കളറിൽ ഞാൻ കാണിച്ചിട്ടുള്ള അതിന്റെ ഈ ജനറ്റിക് മെറ്റീരിയൽ അല്ലെ, RNA എന്ന് പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ ഇതിനകത്തോട്ട് കയറി പോവാണ്. സോ അതുപോലെ തന്നെ അതിന്റെ ആ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ഇല്ലേ, അതും ഇതിനകത്തോട്ടേക്ക് ഇൻസേർട്ട് ആവുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഹോസ്റ്റ് സെല്ലിൽ എത്തി. ഇങ്ങനെ എത്തിയ ഈ രണ്ട് കാര്യങ്ങളാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് ഹോസ്റ്റ് സെല്ലിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി ഇവർക്ക് എന്ത് സംഭവിക്കും? ഇത് ഹോസ്റ്റ് സെൽ ആൻഡ് ഇത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ആണ് ഇനി നമ്മുടെ RNA-നെ DNA ആക്കി മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം. RNA-നെ DNA ആക്കി മാറ്റും. ദിസ് ഇസ് RNA. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷനെ റിവേഴ്സ് അടിക്കാം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം തിരിച്ച് RNA എന്താവും? DNA. സാധാരണ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ DNA to RNA ആണ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ വെച്ച് RNA to DNA. അപ്പൊ എന്താ? കോംപ്ലിമെന്ററി ആയിട്ടുള്ള DNA അവിടെ ഫോം ചെയ്യും. ഞാൻ അതൊരു ഗ്രീൻ കളറിൽ കാണിക്കാം. ഓക്കെ, കോംപ്ലിമെന്ററി DNA ആണ് ഫോം ചെയ്യുക. ഈ കോംപ്ലിമെന്ററി DNA പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഹോസ്റ്റ് സെല്ലിനുള്ളിലേക്ക് ഇൻസേർട്ട് ആവാൻ പറ്റും. മനസ്സിലാവുണ്ടാവും? അതായത് ഈ പർപ്പിൾ കളറിലുള്ള ഈ DNA-ക്ക് അകത്തോട്ട് ഇവർക്ക് ഇൻസേർട്ട് ആവാൻ പറ്റും. അപ്പോ ഇതുപോലെ ഇരിക്കും. ആൻഡ് ഇവരെന്ത് ചെയ്യുന്നു? ഇനി അവർ റെപ്ലിക്കേറ്റ് ചെയ്യുമല്ലോ. ഇവർ ഇതിലേക്ക് ഇന്റഗ്രേറ്റഡ് ആയി ആൻഡ് ഇതിനി ട്രാൻസ്ക്രൈബ് ചെയ്യും അല്ലെ? ഇത് ട്രാൻസ്ക്രിപ്ഷൻ നടത്തും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു RNA കിട്ടും അല്ലേ? ആ RNA എന്ന് പറയുന്നത് രണ്ട് രീതിയിലേക്ക് പോവും. ഒന്ന് പ്രോട്ടീൻ ആവാൻ വേണ്ടിയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും. ആൻഡ് ഈ പ്രോട്ടീൻ വൈറൽ ക്യാപ്സിഡ് ആവും. ദാറ്റ് ഇസ് അവരുടെ ആ കോട്ടിംഗ് പ്രോട്ടീൻ ഇല്ലേ, അതായി മാറും. പ്ലസ് വേറെ ചില RNA-കൾ എന്ത് ചെയ്യും? ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറും. ആരുടെ? റിട്രോവൈറസിന്റെ. ഇതാണ് മെത്തേഡ്. അപ്പം എന്താ? കുറെ വൈറൽ പ്രോജനീസുകൾ ഉണ്ടാവും അവിടെ. അങ്ങനെയാണ് അവര് നമ്മുടെ ബോഡിക്കകത്തോട്ട് കയറുകയും റിലീസ് ചെയ്യുകയും ചെയ്യുന്നത്. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തിരിച്ചു വരാം. തിരിച്ച് നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ റിട്രോവൈറൽ വെക്ടർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഈ കേസിൽ റിട്രോവൈറസ് നമുക്ക് വെക്ടർ ആണ്. ഒരു വെക്ടർ ആവുമ്പോൾ എന്താ അതിന്റെ ക്വാളിറ്റി വേണ്ടത്? നമുക്ക് ദോഷം വരുത്താൻ പാടില്ല. അപ്പോ ഈ ഒരു RNA ആണ് അല്ലെങ്കിൽ ഈ ഒരു RNA ആണ് അവന്റെ എന്താ പാത്തോജെൻസിറ്റി അല്ലെങ്കിൽ വിറുലൻസ് തീരുമാനിക്കുന്നത് അല്ലെ? ഈ വിറുലന്റ് ആയിട്ടുള്ള ഈ RNA-ക്ക് പകരം ഇവരെ നമ്മൾ കളയാൻ പോവാണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു റിട്രോവൈറസിലേക്ക് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ADA-യുടെ ജീൻ ഇൻസേർട്ട് ചെയ്യും. അതെങ്ങനെയാണ്? ഇപ്പം വൈറസ് RNA വൈറസ് ആണല്ലോ. സോ നമ്മൾ ആ ADA കൊടുക്കുമ്പോൾ DNA രൂപത്തിൽ കൊടുക്കാതെ ഫങ്ഷണൽ ആയിട്ടുള്ള ADA ജീൻ സീക്വൻസ്, ആ പേഷ്യന്റിന്റെ ജീൻ സീക്വൻസ് എന്താണെന്ന് ആദ്യം കണ്ടെത്തും ഈ DNA-യുടെ. എന്നിട്ട് അതിൽ നിന്ന് ഒരു RNA രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫങ്ഷണൽ ആയിട്ടുള്ള ADA-നെ അല്ലെങ്കിൽ ADA-യുടെ ജീനെ നമ്മൾ ഈ റിട്രോവൈറസിലേക്ക് കൊടുക്കും. അപ്പോൾ റിട്രോവൈറസിൽ വിറുലൻസിൽ പകരമുള്ളത് ADA-യുടെ ജീൻ മാത്രമാണ്. ഇനി എന്ത് ചെയ്യും? ഈ മാറ്റം വരുത്തിയ റിട്രോവൈറസ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലാബിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലിംഫോസൈറ്റിലേക്ക് പതിവ് പോലെ അവൻ ഇൻഫെക്ട് ചെയ്യാൻ നോക്കും. പക്ഷെ ഇത്തവണ അവൻ ഇൻസേർട്ട് ചെയ്ത് വിടുന്നത് ADA-യുടെ ജീനാണ്, ADA-യുടെ RNA ആണ്. അത് ഇത്തവണ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് വെച്ച് അവൻ കോംപ്ലിമെന്ററി DNA ഉണ്ടാക്കുമ്പോൾ അത് നമ്മുടെ ADA-യുടെ കോംപ്ലിമെന്ററി DNA ആണ് ഉണ്ടാക്കുന്നത്. അത് ഇനി പോയിട്ട് ലിംഫോസൈറ്റിന്റെ
അതായത് ഇവിടുത്തെ ഹോസ്റ്റ് സെൽ എന്ന സൈറ്റ് എന്ന് പറയുന്നത് ലിംഫോസൈറ്റ് ആണല്ലോ, അതിന്റെ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന DNA പോയി ഇന്റഗ്രേറ്റ് ചെയ്യും അല്ലെ. നേരത്തെ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തില്ലേ, അതുപോലെ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്ത പോലെ ഇവിടെയും പോയി ഇന്റഗ്രേറ്റ് ചെയ്ത് ലാസ്റ്റ് എന്ത് ചെയ്യും, ആ ലിംഫോസൈറ്റിനകത്തുള്ള എന്താ പറയാ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ADHനെ കളഞ്ഞിട്ട് പകരം ഇവര് കയറി അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ലാസ്റ്റ് ഹോസ്റ്റ് സെല്ലിനകത്ത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ന്യൂക്ലിയസിനകത്ത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫങ്ഷണൽ ആയിട്ടുള്ള ADA ജീൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പകരം മറ്റേ പൊട്ട ജീനുകൾ, അതായത് നമ്മുടെ നോൺ ഹെൽത്തി ജീൻസുകൾ റിമൂവ് ചെയ്ത് കളയുകയും ചെയ്യും. ഇതാണ് റിട്രോവൈറസിനെ വെക്ടറാക്കിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. ആ കോംപ്ലിമെന്ററി DNA എന്നുള്ള വേർഡിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് വിച്ച് ആർ സബ്സിക്വന്റ്ലി റിട്ടേൺഡ് ടു ദ പേഷ്യന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയ ലിംഫോസൈറ്റ് നമ്മൾ തിരിച്ചു വീണ്ടും പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യും. പക്ഷെ വേറൊരു പ്രോബ്ലം, ഇവർ ഇമ്മോർട്ടൽ ആണ്. അതായത് ഇവരും കുറെ കഴിയുമ്പോൾ ലിംഫോസൈറ്റും കുറെ കഴിയുമ്പോൾ ലൈഫ് സ്പാൻ കഴിയുമ്പോൾ ഇല്ലാതെയാവും. സോ പേഷ്യൻസിന് പീരിയോഡിക് ആയിട്ടുള്ള ഇൻഫ്യൂഷൻ, അതായത് റെഗുലർ ഇന്റർവെല്ലില് നമുക്ക് അതിനെ എന്താ പറയാ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ലിംഫോസൈറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് കയറ്റിക്കൊണ്ടേയിരിക്കണം. However, if the gene isolate from marrow cells producing ADA is introduced into cells at early embryonic stages, it could be a permanent cure. കാരണം ലേറ്റർ സ്റ്റേജിലേക്ക് ആവുന്നതനുസരിച്ചിട്ട് ഇതിന്റെ എന്താ പ്രോബബിലിറ്റി ടു റെസ്ക്യൂ ദാറ്റ് പേഷ്യന്റ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. പകരം ഏർലി എംബ്രിയോണിക് സ്റ്റേജിലാവുമ്പോൾ സ്റ്റെം സെൽസ് ഒന്നും അധികം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. സോ ആ ഒരു സ്റ്റേജിലാവുമ്പോൾ എഫക്റ്റ് വളരെയധികം കൂടുകയും ചെയ്യും. ഇതാണ് ജീൻ തെറാപ്പി. ആൻഡ് ഈ പിക്ചറിൽ ഞാൻ ഇവിടെ വേറൊരു പിക്ചർ വരച്ച് വെച്ചേക്കുന്നതാണ്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇൻ ഷോർട്ട് ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ വേഗം ഓടിച്ച് പറഞ്ഞേക്കാം. ഫസ്റ്റ് വന്നിട്ട് ഇതൊരു 4-year-old ഗേൾ, ആ ആളുടെ കയ്യിൽ നിന്നുള്ള ലിംഫോസൈറ്റ്, അതായത് ഡിഫക്റ്റീവ് ADHനുള്ള ലിംഫോസൈറ്റ് നമ്മൾ ലാബിൽ കളക്ട് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ അതിനെ കൾച്ചർ ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടിപ്പുറത്ത് ഹെൽത്തി ADA ജീൻസുകളുള്ള റിട്രോവൈറസുകൾ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വിറുലൻസ് വരുത്തുന്ന RNA കളഞ്ഞ് പകരം നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് മാത്രം ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നതിലേക്ക്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ വൈറസ് എന്ത് ചെയ്യുന്നു, ഈ കൾച്ചർ ചെയ്തിട്ടുള്ള ലിംഫോസൈറ്റുമായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കും. അങ്ങനെയാണ് ഇവര് ഇൻഫെക്ട് ചെയ്യാൻ തുടങ്ങുക ഈ ഒരു സെല്ലുകളിലേക്ക്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ADA ജീനെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് യൂസ് ചെയ്തിട്ട് അവര് കോംപ്ലിമെന്ററി DNA പ്രൊഡ്യൂസ് ചെയ്യും, വെറും ഒരു RNA ഫോം ചെയ്യുന്നത്. അങ്ങനെ ഈ കോംപ്ലിമെന്ററി DNA ആണ് നമ്മുടെ ലിംഫോസൈറ്റിൽ പോയിട്ട് ഇടം പിടിക്കുന്നത്. എന്നിട്ട് അവിടെയുള്ള DNA തട്ടിക്കളഞ്ഞിട്ട് ഇവർ അവിടെ കയറി ഇരിക്കും, ഈ കോംപ്ലിമെന്ററി DNA. അങ്ങനെ ആ ഒരു ലിംഫോസൈറ്റ് നിറയെ ഹെൽത്തി ADA ജീൻ മാത്രമാണ്. ഈ പർപ്പിൾ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് ഹെൽത്തി ADA ജീൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഞാൻ ഇവിടെയും കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ജീനുള്ള ലിംഫോസൈറ്റുകളെ തിരിച്ച് ആ ഗേളിലേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കും. പക്ഷെ അതിനൊരു ലൈഫ് സ്പാൻ ഉണ്ട്, ഈ ലിംഫോസൈറ്റിനും ടി ലിംഫോസൈറ്റിനും. അത് കഴിഞ്ഞ് അത് ഇല്ലാതെയാവും, ഇമ്മോർട്ടൽ ആണ് അവര്. അപ്പോൾ വീണ്ടും അടുത്ത ഇന്റർവെല്ലിൽ നമ്മളിത് ഇതുപോലെ ജനറ്റിക്കലി എഞ്ചിനീയർ ചെയ്ത ലിംഫോസൈറ്റുകളെ വീണ്ടും ലാബിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കുട്ടിയിൽ കയറ്റേണ്ടതായിട്ട് വരും. ഇത്രയേ ഉള്ളൂ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് നന്നായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റിൽ എഴുതുക. അതെനിക്ക് നല്ലൊരു സപ്പോർട്ടാണ്. എനിക്ക് നിങ്ങൾ പറയുന്ന ഓരോ കമന്റ്സും വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറെ ആപ്ലിക്കേഷൻ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.